ഹലോ ഫ്രണ്ട്സ്, സമയം ഇപ്പോൾ 12:30 നമ്മളിപ്പം മ്യൂസിയം കണ്ടതിന് ശേഷം ഇപ്പോഴെത്തിയിരിക്കുന്നത് ബസിലിക്ക ഓഫ് ബോൺ ജീസസ് എന്ന ഒരു ചർച്ചിലേക്കാണ്. 400 വർഷത്തിലധികം പഴക്കമുള്ള യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പള്ളിയാണിത്. നമുക്കിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ചർച്ച് കാണാനായിട്ട് പോവാം. നമ്മളിപ്പോഴീ കാണുന്നതാണ് ബസിലിക്ക ഓഫ് ബോൺ ജീസസ് എന്ന പള്ളി. 1605 ഈ പള്ളി നിർമ്മിച്ച് പൂർത്തിയാക്കിയത്. ബോൺ ജീസസ് എന്ന വാക്കിനർത്ഥം നല്ല ഈശോ എന്നാണ്. ഇവിടെ എത്തിയാൽ നമുക്ക് ആദ്യം കാണുന്നത് ഇതിൻ്റെ പുറമേ ഉള്ള എന്താ പറയുക, മറ്റുള്ള പള്ളികളിലൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്ത് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പുറം ഭാഗത്ത് ഈ ചുവന്ന കല്ലാണ് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ അഴുകാത്ത ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുണ്ട്. 1552 മരിച്ചിട്ടും അദ്ദേഹത്തിന്റെ ശരീരം ഇന്നും കേടുകൂടാതെ ഇരിക്കുന്നത് ഒരു അത്ഭുതമാണ്. പള്ളിയുടെ വലതുവശത്തുള്ള പ്രത്യേകമായ ഒരു പേടകത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ അകത്ത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇട്ട് അകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. മാന്യമായിട്ടുള്ള ഡ്രസ്സ് വേണം. പള്ളിയുടെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അനുവാദമില്ല. വീഡിയോയും ഫോട്ടോയും അനുവാദമില്ല. അപ്പം നമ്മൾ ചർച്ചൊക്കെ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 1:30 കേട്ടോ. പിന്നെ പോയി കട കാണുന്നതിന് വരെ നമുക്ക് വിശന്നിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് എൻ്റെ ആൻസി ചേച്ചി നമുക്ക് പോരുന്നേരം തന്നു വിട്ടതാ. ഇല്ലിക്കലെ ആൻസി ചേച്ചി കപ്പ വറുത്തത് തന്നു വിട്ടതാ കേട്ടോ. പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് കഴിക്കാൻ പോവുകയാണ്. എൻ്റെ ഇവിടെ ഒരാൾ വാരി വാരി എടുക്കുന്നുണ്ട്. മിക്കവാറും കപ്പ വറുത്തത് മിക്കവാറും ഇപ്പം തന്നെ തീരുമെന്ന് തോന്നുന്നു. അല്ലേ ഇതുപോലെ അല്ലേ? നല്ല കപ്പ വറുത്തതായിരുന്നു. അത് പിന്നെ ഒഴിക്കുവാണോ? ഇഷ്ടപ്പെട്ടോ? ആ, അപ്പം ആ ആൻസി ചേച്ചിക്ക് ഒരു താങ്ക്സ് അല്ലേ? അതെ. പോകുന്ന വഴികളെല്ലാം നല്ല അടിപൊളി വ്യൂ ആട്ടോ. അപ്പം നമ്മൾ ഗോവയിലെ ഡീസലിന് 88.32 ഉള്ളേ. നമ്മൾ അവിടുന്ന് ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോകാമെന്ന് കരുതി. അതിന് കയറിയതാ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്ന അത് കിറ്റൂര് സ്ഥലത്തിൻ്റെ പേര് കിറ്റൂര്. അവിടെ ഒരു സൂ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്നാണ് കരുതുന്നത്. നമ്മൾ ഉച്ച കഴിഞ്ഞു 2 മണിയായി കേട്ടോ. 2:30 ആ 2:30 നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയതാണ്. ഇത് ഗോവയിലെ ഒരു കടയിലാണ് കയറിയിരിക്കുന്നത്. ഗോവയിലെ ഗ്രാമപ്രദേശമാണ് അല്ലേ? ഗോവയുടെ ഗ്രാമപ്രദേശം. അതെ, അത് ഇവിടെ ഇരിക്കുന്നു. എന്തോ അതുപോലാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നത്. അതുപോലാണെങ്കിൽ ഉറങ്ങുക. വിശന്നിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ 2 താലി മീൽസ് പറഞ്ഞു കൊണ്ടുവരും. മലയാളി ചേട്ടനെ കണ്ടതായിരുന്നു. കോട്ടയം പള്ളിക്കത്തോട്. നമ്മളൊരു മലയാളി ചേട്ടനെ കണ്ടു കേട്ടോ. ആ ചേട്ടൻ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. കണ്ണൂരുകാരനാ ചേട്ടൻ. അപ്പോൾ ഈ കേരളത്തിൽ വന്ന വേറൊരാളും കൂടെ ഇവിടെയുണ്ട്. സമയം 3 മണിയായി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയായിരുന്നു. നമ്മൾ നേരെ ഇപ്പം മഹാരാഷ്ട്രയിലേക്കാണ് കയറുന്നത്. ഇത് ബോർഡറാണ് മഹാരാഷ്ട്ര അല്ലേ? ബോർഡറായിട്ടാണ് കാണിക്കുന്നത്. ആ, അപ്പൊ ഇനി ഇത് വനമാണല്ലേ? ഗോവയും മഹാരാഷ്ട്രയ്ക്കും ഇടയ്ക്കുള്ള വനമല്ലേ? ഇവിടെ വൈറ്റ് ടൈഗർ ഒക്കെ ഉണ്ടെന്ന് ഇതിനകത്ത് സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ നമ്മൾ ടൈഗറിനെ ഒന്നും കണ്ടില്ല. 2 കുരങ്ങന്മാരെ മാത്രമേ കണ്ടുള്ളൂ അല്ലേ? നല്ല തിരക്കുണ്ടല്ലേ? വണ്ടികൾ ഇങ്ങോട്ട് നല്ല തിരക്കാ, അങ്ങോട്ട് കുറവാന്ന് തോന്നുന്നു. ആ, അതെ.